ആദ്യം എന്റെ ചേച്ചിക്ക് നീ അനുജനെ പോലെയാണെന്ന് പറഞ്ഞു. ശരി പോട്ടെ, നിന്നോട് തോന്നിയ സെന്റിമെന്റ്സ് കൊണ്ടാണല്ലോ എന്ന് കരുതി ഞാൻ ക്ഷമിച്ചു. അപ്പോ ദേ ആ ദുർഗയെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ കയറി വന്നേക്കുന്നു. വേറെ വഴിയില്ലാതെ നിന്നെ അവളെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിച്ചു. അന്നേരം നീ എന്റെ അച്ഛനെ കയറി അച്ഛാന്ന് വിളിച്ചു. അന്നു മുതൽ നിന്നെ കൊന്നുകളയാനുള്ള ദേഷ്യം എനിക്കുണ്ട്. ഏതെങ്കിലും വഴി നിന്നെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുമ്പോ അതൊക്കെ എനിക്കെതിരെ തിരിഞ്ഞു വന്നു. അല്ല, നീയും അവളും കൂടി അങ്ങനെ ആക്കി മാറ്റും. അതുകൊണ്ട് നിന്നെ ജീവിക്കാൻ വിട്ടാ അതെനിക്ക് ദോഷമാകുമെന്ന് മനസ്സിലാക്കി എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞുവിടാൻ നോക്കിയത്. പക്ഷേ അതിലും നീ രക്ഷപ്പെട്ടു. വീണ്ടും എന്റെ വീട്ടിൽ വന്ന് ഈ കിടപ്പ് കിടക്കുന്നു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ വീട്ടിൽ നിന്റെ സുഖവാസം ഞാൻ അവസാനിപ്പിക്കും. എന്താ ഇനി എങ്ങനെ കൊല്ലാന്ന് ആലോചിക്കണോ? കൊല്ലാനോ? അതും ഇവനെ? ഞാൻ നിന്നെ കൊല്ലുന്നു. അല്ലെങ്കിൽ തന്നെ ഈ പൃഥ്വി ആലോചിച്ച് കൊല്ലാൻ മാത്രം ഇവൻ ആരാ? നിനക്ക് നിന്റെ കെട്ടിയോ വലിയ സംഭവമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ ആരുമല്ല. ഈ പൃഥ്വിക്ക് ഓപ്പോസിറ്റ് വരണമെങ്കിൽ അതിനൊരു മിനിമം സ്റ്റാറ്റസ് വേണം. പിന്നെ ഞാൻ ഇവനെ കൊല്ലാൻ തീരുമാനിച്ച നിന്റെ ഭർത്താവ് പിന്നെ ഇവിടെ ഇങ്ങനെ ജീവനോടെ കിടക്കില്ല. കിരൺ, കിരൺ വേണ്ട. നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയതാ? പറയടാ. എന്താടാ പിച്ചും പയും പറയുന്നേ? ഞാൻ എപ്പോഴാടാ നിന്നെ കൊല്ലാൻ നോക്കിയത്? വേണ്ട, അഭിനയിക്കണ്ട. നിന്റെ അഭിനയം ഈ വീട്ടിലുള്ളവരോട് മതി. എന്നോട് വേണ്ട. ഞങ്ങൾക്ക് നീ ആരാണെന്ന് അറിയാം. എന്നെ കൊല്ലാനുള്ള ഗുണ്ടകളെ കൂട്ടി വന്നത് നീയാടാ എന്നെ കുത്തിയത്. ഡാ, വെറുതെ ഓരോന്ന് വിളിച്ച് പറയാതെ. നിനക്കെന്താ മരുന്നിന്റെ സെഡേഷൻ മാറിയിട്ടില്ല? പൃഥ്വി, മര്യാദയ്ക്ക് സത്യം പറയുന്ന നിനക്ക് നല്ലത്. പേടിപ്പിക്കുന്നു. നിന്നെ പേടിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആദ്യം മുതലേ നിനക്കും ഇവനും എന്നെ ഇഷ്ടമല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ നിന്റെ അനുജത്തെ കല്യാണം കഴിച്ചപ്പോ ആ ദേഷ്യം കൂടി. അതെല്ലാം മനസ്സിൽ വെച്ച് എന്റെ പേരിൽ നുണക്കഥ ഉണ്ടാക്കി പറയുന്നു.